12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ചുമയുടെ മരുന്നുകൾ നൽകരുതെന്ന ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം കോഴിക്കോട് മെഡിക്കൽ ഷോപ്പുകളിൽ നടപ്പാകുന്നുണ്ടോ? ഞങ്ങൾ അന്വേഷിക്കുന്നു. കോഴിക്കോട് പാവങ്ങാടുള്ള മെഡിക്കൽ ഷോപ്പിലാണ് ഞങ്ങൾ ആദ്യം പോയത്. 8 വയസ്സുള്ള കുട്ടിക്ക് ചുമയുടെ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടു. കുട്ടിക്ക് അലർജിയുണ്ടോ എന്ന് മറുചോദ്യം. ഇല്ലെന്ന് മറുപടി പറഞ്ഞു. പിന്നെ കഴിക്കേണ്ട വിധം ഉൾപ്പെടെ കുറിച്ച് ഞങ്ങൾക്ക് കഫ് സിറപ്പ് തന്നു. ഡോസ് എത്ര എന്നുള്ളതുണ്ടോ? 8 വയസ്സില്ല. 8 വയസ്സ് 5 ml കൊടുക്കാം. 5 ml 3 നേരം. തൊട്ടടുത്തുള്ള മറ്റൊരു മെഡിക്കൽ ഷോപ്പിൽ 6 വയസ്സുള്ള കുഞ്ഞിന് നൽകാനായി കഫ് സിറപ്പ് അന്വേഷിച്ചു. ആയുർവേദ മരുന്നാണ് ലഭിച്ചത്. കുട്ടിക്ക് ആയുർവേദ കഫ് സിറപ്പാണ് നല്ലതെന്ന ഉപദേശവും. 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ ചുമ ഇല്ല, ഒരു 2 ദിവസമായിട്ടുള്ളൂ. പനി, ചെറിയ ജലദോഷം. അതാണല്ലേ. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപം നിരവധി മെഡിക്കൽ ഷോപ്പുകളുണ്ട്. അവിടെ ഒരു ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ ഡോക്ടറുടെ കുറിപ്പടി വേണമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. പക്ഷേ തൊട്ടടുത്തുള്ള മറ്റൊരു ഷോപ്പിൽ നിന്നും ഞങ്ങൾക്ക് കഫ് സിറപ്പ് ലഭിച്ചു. 5 ml 3 നേരം കൊടുക്കട്ടോ. 119. സർക്കാർ നിർദ്ദേശമുണ്ടെന്നും കുറിപ്പടിയില്ലാതെ കുട്ടികൾക്ക് ചുമയുടെ മരുന്ന് നൽകില്ലെന്നും കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ നിലപാടെടുത്തു. പൊതുവെ കുട്ടികൾക്ക് അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ കൊടുക്കാറില്ല. പക്ഷെ എന്നാലും ചില സമയത്ത് ആളുകൾ വന്നിട്ട് വാശി പിടിക്കും, ഡോക്ടറെ കാണിക്കാൻ ഇപ്പം അതിനായിട്ട് ഫീസ് കൊടുക്കാൻ പറ്റില്ല, കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ പൊതുവെ കൊടുക്കാറില്ല. ഇപ്പം പ്രത്യേകിച്ചും കൊടുക്കാറില്ല ആ സാധനം. കുട്ടികളുടെ ആരോഗ്യമോ തൂക്കമോ ഒന്നും പരിശോധിക്കാതെ കഫ് സിറപ്പുകൾ ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞാണ് മധ്യപ്രദേശ് ദുരന്തത്തിന് ശേഷം സംസ്ഥാന സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പക്ഷേ കോഴിക്കോട് നഗരത്തിൽ 5 മെഡിക്കൽ ഷോപ്പുകളിൽ ഞങ്ങൾ കയറിയപ്പോൾ 3 നിന്നും ഒരു കുറിപ്പടിയുമില്ലാതെ ഇത്തരം കഫ് സിറപ്പുകൾ ലഭിച്ചു. മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.